ഹലോ, വന്നിട്ട് കുറേ ആയല്ലേ? ഇതൊരു കപ്പ് കേക്ക് സെറ്റ് ഒക്കെ ആയിട്ടുള്ളൊരു കേക്ക് ഓർഡർ ആയിരുന്നു. ഇതിപ്പോൾ കുറച്ച് നാളായി ഇത് കൊടുത്തിട്ട് കേട്ടോ. ഇയറൊക്കെ ഒരു 1 ഇയറൊക്കെ ആയി കാണും. 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒന്നിച്ച് കേക്ക് ഓർഡേഴ്സൊക്കെ വരുന്ന സമയത്ത് ഒന്നിച്ച് ഞാൻ ബേക്ക് ചെയ്യാൻ നോക്കും കേട്ടോ. എല്ലാം ഒന്നൊന്നായിട്ട് ചെയ്യുന്നതൊക്കെ നല്ല നമുക്ക് ഒന്നിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചങ്ങ് ബേക്ക് ചെയ്യും. അപ്പോൾ 2 ടയർ കാത്തുവിൻ്റെ കേക്കായിരുന്നു. ഞാൻ ഈ 2 ടയർ കേക്ക്സ് വരും മാക്സിമം ഞാൻ തലേന്ന് ചെയ്തൊക്കെ നോക്കും കേട്ടോ. കാരണം സ്റ്റാക്കിങ് ഒക്കെ ഇത് തന്നെ 1.5 kg ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. കുറച്ചായി അതുകൊണ്ടൊരു ഓർമ്മ നല്ല തിട്ടമില്ല, എന്നാൽ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഫ്ലേവർ ചോദിക്കരുത്, ഫ്ലേവർ ഞാൻ മറന്നു കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ സെറ്റാക്കി ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് കളർ കൊടുക്കാനായിട്ട് കുറച്ച് ക്രീമിലോട്ട് ഒരു 1-2 ഡ്രോപ്പ് ഷെയ്ഡ്, ഏത് ഷെയ്ഡാണ് വേണ്ടത് ആ ഷെയ്ഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് ഫുള്ള് കളർ ആവുകയോ ഇല്ലതാനും നമുക്കെന്താണ് ആ ഒരു ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കളർ വാരി വലിച്ചിടുന്നതൊക്കെ നല്ലതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ളത് അല്ലേ. പിന്നെ കളർ കൊടുക്കേണ്ടവർ കൊടുത്തേ പറ്റത്തുള്ളൂ, അത് കസ്റ്റമേഴ്സിൻ്റെ ചോയ്സാണ്. നമ്മൾ പിന്നെ മാക്സിമം പറയുക അത്ര കളർ വേണ്ട എന്നിങ്ങനെ പറയുകയാണെന്ന് ചിലർ പറയും നമുക്ക് അത്രയും കളറൊക്കെ വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 5 ഇഞ്ച് ചെയ്ത കേക്കും മറ്റേ 7 ഇഞ്ച് ചെയ്ത കേക്കുമാണ്. അപ്പോൾ രണ്ടും അതുപോലെ തന്നെ ചെയ്ത് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്ത് സെറ്റാക്കി എടുത്തു. പിന്നെ കാത്തുവിൻ്റെ തീമാണ്, അപ്പോൾ കാത്തുവിൻ്റെ പെറുക്കി വെക്കണം. കാത്തുവിൻ്റെ കൂടെ ഉള്ള ആരാണ്, എന്താ അപ്പുവിനെ പെറുക്കി വെക്കണം. ഇവിടെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാത്തു അപ്പു. എൻ്റെ മോൻ അപ്പുവും അവൾ കാത്തു ആയിരുന്നു. അങ്ങനെ ഇവിടെ കളി മൊത്തം അങ്ങനെ കുഞ്ഞിലെ കേട്ടാ. ഇപ്പോഴൊന്നുമല്ല, ഇപ്പം വേറെ എന്തൊക്കെയാണ് കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിള്ളേർക്കൊരു പരുവത്തിൽ കാത്തു, ഡോറ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, പിന്നെ കുറച്ച് കോക്കോമലണ്, പിന്നെ എന്താണ് അങ്ങനെ കുറേ. ഈ കേക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാർട്ടൂൺസൊക്കെ ഇത്രയൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത്. കാരണം ഓരോ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറയും ഇന്നതാണ് കാർട്ടൂൺ ക്യാരക്ടർ. അതിന് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തും യൂട്യൂബ് സെർച്ച് ചെയ്തതും സംഭവം അറിയണ്ടേ എന്താ സാധനം എന്നുള്ളത്. പിന്നെ ആരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളത് കൺഫേം ആക്കി ആ ഒരു ഡിസൈനൊക്കെ എടുത്ത് കൊടുക്കുന്നത് തന്നെ. ചിലതൊക്കെ അങ്ങനെയാണ് വരാറുള്ളത്. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നത് കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ വെച്ചത്. ഫോട്ടോ പ്രിൻ്റ് കട്ടിയുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും പുറകെ ഫോണ്ടൻറ്റോ അങ്ങനെയൊന്നും ചെയ്തില്ല. അലിഞ്ഞു പോകുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇത്. പിന്നെ സ്റ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പേപ്പറിൻ്റെ സ്ട്രോ ഉണ്ടല്ലോ, പേപ്പർ സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് ഹൈറ്റ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഹൈറ്റിനൊക്കെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ എന്താണ് മറ്റേ മുകളിലത്തെ ടയർ അങ്ങോട്ട് ബേസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ കയറി കറക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോഴത്തേന് ക്രീം വിട്ട് പോകും. അപ്പോൾ ഒന്ന് കറക്കി എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങും വിട്ടു പോവില്ല. പിന്നെ ഇത് ഒരു 1/2 kg ഉള്ളത് കൊണ്ട് ഞാൻ മുകളിൽ സ്റ്റിക്ക് കുത്തിയെടുത്തിട്ടില്ല, കാരണം അതിങ്ങ് വന്നോളും, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 kg അല്ലെങ്കിൽ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മണ്ടയ്ക്കൊരു സ്റ്റിക്ക് കുത്തിയിട്ട് പൊക്കണം. സ്പാച്ചില പൊക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, മറിഞ്ഞ് വീഴുകയൊന്നും ചെയ്യില്ല, അങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ ടോട്ടൽ ആയിട്ട് മൊത്തത്തിൽ ഒരു വലിയൊരു സ്ട്രോ ഒന്ന് കുത്തി സെറ്റാക്കണം. രാവിലെ എൻ്റെ കേക്ക് ആയതുകൊണ്ട് സേഫായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ 2-3 സ്ട്രോ കുത്തി ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതൊന്ന് മറച്ച് വെച്ചു, നമ്മുടെ സ്ട്രോ ആരും കാണണ്ട, അതുകൊണ്ട് നല്ല മറച്ച് വെച്ചു. പിന്നെ ടോപ്പിലായിട്ട് മോളുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ ആ കുട്ടീൻ്റെ ഫോട്ടോയും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കൂടത്തിൽ കാത്തുമുണ്ട്. അവർ 2 പേരുടെ ഇതോട്ടവിടെ. പിന്നെ കുറച്ച് ഗ്രാസ്, കാത്തുവിൻ്റെ മെയിൻ സംഭവം ഗ്രാസും പുല്ലും പുൽച്ചാടിയും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം പിന്നെ നമ്മൾ ചുറ്റിനും ഗ്രാസൊക്കെ ഇട്ട്. ഇത് ആലോചിക്കണം 1 ഇയർ മുമ്പുള്ള കേക്കാണ്, അപ്പം അതിൻ്റെ അനുസരിച്ച് അതൊക്കെ വരുള്ളൂ. ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഗ്രാസിന് പോയിട്ട് ഫോണ്ടൻറ്റിൻ്റെ കട്ട് ചെയ്ത് ഗ്രാസായിട്ടൊക്കെ വെക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, എന്നാലും ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ പൈപ്പിംഗ് ക്രീമിൻ്റെ ടിപ്പ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രാസ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിലും എളുപ്പമാണ് വരയ്ക്കാൻ പറ്റും. മറ്റേ ഗ്രാസ് നോസിലും മതി, അങ്ങനെയും പറ്റും ഇങ്ങനെയും പറ്റും. ഗ്രാസ് നോസിലാകുമ്പോഴത്തേന് ഇത്ര ലെന്തിൽ ഒരു ഇങ്ങനെ ഗ്രാസായിട്ട് ഇങ്ങനെ പോവില്ലല്ലോ, കുറേ ആയിട്ടല്ലേ വരത്തുള്ളൂ. അപ്പം അതിനൊക്കെ നല്ല ഇതാണ്, നല്ല പൊക്കത്തിൽ കൊടുക്കാനായിട്ട്.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലവേഴ്സ് വേണം. ഫ്ലവേഴ്സിന് ഞാൻ എൻ്റെ ഫ്ലവറിൻ്റെ ഇല്ലായിരുന്നു, മറ്റേ നോർമൽ ഫ്ലവറിൻ്റെ ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ സ്റ്റാർ എടുത്തിട്ട് അതൊന്ന് കട്ട് എടുത്തിട്ട് പിന്നെ ഒന്നുണ്ട നമ്മുടെ ഫോണിൻ്റെ ടൂൾസില്ലേ അതിലൊരു ഉണ്ട ഉള്ള ഭാഗം ഇട്ടിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പരന്ന് വരുന്നൊരു അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ വരും. അപ്പം അങ്ങനെ എല്ലാ കളേഴ്സും ഞാൻ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. മെയിൻലി മഞ്ഞ, റെഡ്, പിങ്ക് അങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് ചെയ്തെടുത്തത്. പിന്നെ ഇതിൻ്റെ എല്ലാം നമുക്ക് കേക്കിലോട്ട് വെക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഗ്രാസ് പോയിരിക്കുന്നതിന് തുമ്പത്തായിട്ടും അവിടെ എവിടെയായിട്ട് ഇങ്ങനെ പല കളേഴ്സ് ഇങ്ങനെ പൂ കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെയും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് വിപ്പിംഗ് ക്രീം തന്നെ ചെറിയ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിനല്ലാതെ. നെയിം ഞാൻ ഫോണ്ടൻറ്റിൽ എഴുതിയിട്ട് ബോർഡിൽ വെച്ചിട്ടുണ്ട് ആ നെയിം. അങ്ങനെ കൊടുത്തു. പിന്നെ അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യണം. ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഫ്ലവേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എളുപ്പ വഴിയൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാ കട്ടേഴ്സും വാങ്ങിക്കേണ്ട കാര്യം വരത്തില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒത്തിരി ചെയ്യാൻ പറ്റും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഓക്കെ.